ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, ഹൈറിച്ചിൻ്റെ ഇപ്പോഴത്തെ ആകെയുള്ള അപ്ഡേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഷിബു എബ്രഹാമും ഷെമീനിയും ഒക്കെ വിട്ടുപോയതിന് ശേഷമുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മുന്നോട്ടുള്ള നടപടികളാണ്. മുന്നോട്ടുള്ള നടപടികളിൽ അവിടെ അഭിലാഷിന് മാത്രമേ അപ്ഡേഷൻ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള അഖിലിതമായ നിയമം അവിടെ നിലനിൽക്കുകയായിരുന്നു. എന്നാൽ അതിനെ തെറ്റിച്ചുകൊണ്ട് GST കേസിൻ്റെ അപ്ഡേഷൻ ആരോ കൊടുത്തു. ഗ്രൂപ്പ് അലങ്കോലമായി. പിന്നെ അവിടെ വിഭാഗീയത ഉണ്ടായി. അപ്പോൾ വിഭാഗീയതയെ തുടർന്ന് ആൾക്കാരെ പിന്നെ അഡ്മിന്മാർ ഇടപെട്ടു. അതിനുശേഷം അതിനെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യുന്നവ എല്ലാവരെയും പിടിച്ച് പുറത്താക്കി. അതിനുശേഷം ഇപ്പോൾ അതിൽ ആർക്കും തന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഹൈറിച്ചിൽ ഒരുപാട് ലക്ഷങ്ങളിട്ട ഒരു നിക്ഷേപകൻ ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് അയച്ചാണ്. ഇപ്പോൾ മുന്നോട്ടുള്ള നടപടികൾ മരണവീട് പോലെയായി, ഇവന്മാരൊന്നും നന്നാവൂല, ഇവന്മാർക്ക് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ, ഈ കമ്പനിയുടെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല ബോസേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിയാണ്, ആ ഒരു ഗ്രൂപ്പ് മരണവീട് പോലെയായി. ചില ആൾക്കാർ എന്തോ ആണ് എന്നുള്ള ഇതിൽ 1000ഓളം ആൾക്കാർ ഇവരെ കേൾക്കാനുണ്ടെന്നോ എന്താണെന്ന് അറിയില്ല. ചില ആൾക്കാരുടെ ദുർവാശി കാരണം നമ്മുടെ ഹൈറിച്ചിന് സംഭവിച്ചതുപോലെയുള്ള ഗതി ആ ഗ്രൂപ്പിനും ഉണ്ടായി. ഇപ്പോൾ അവിടെ ഒന്നും തന്നെ ആരും തന്നെ മിണ്ടുന്നില്ല എന്നുള്ളതാണ് റിപ്പോർട്ട്. എന്തൊക്കെയായിരുന്നു. ബൈ.